ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസമായിട്ട് റെസ്റ്റ് ആയിരുന്നു, വീഡിയോ ഒന്നും ഇല്ല. പ്രത്യേകിച്ച് വേറെ ഒന്നല്ല, നമ്മൾ കാര്യം പറഞ്ഞില്ല, നമ്മുടെ കുഞ്ഞിനെ പെണ്ണ് കാണാൻ വരുന്ന കാര്യമൊക്കെ. അപ്പൊ നാളെ മറ്റന്നാളായിട്ട് അവർ വരും. കറക്റ്റായിട്ട് ഉറപ്പില്ല, അവര് വിളിക്കാന്ന് പറഞ്ഞത്. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ അറിയണ ഫാമിലിയാണ്, വീഡിയോ കണ്ടിട്ടുള്ള ഒരാൾക്കാരാണ് കേട്ടോ. അപ്പൊ ചെക്കൻ ഗൾഫാരാണ്, വന്നിട്ടുണ്ട്. അപ്പൊ കാണാൻ പറ്റേന്ന് വെച്ചിട്ടാണ് വിളിച്ചിട്ട്. അപ്പൊ എനിക്ക് പറ്റിയ മാതിരി പറ്റാതിരിക്കട്ടെ. എന്താ വെച്ചാൽ ഞാൻ കൊറേ 10-70 പെണ്ണുങ്ങളെ കണ്ടാവും, എനിക്കൊന്നും ഇന്നെ പറ്റിയില്ല. ഉണ്ണീനെ കണ്ടില്ല എന്ന് പറഞ്ഞ കാരണം ഞാൻ രക്ഷപ്പെട്ടു. അതേമാതിരി ആവട്ടെ പോണത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയൊന്നല്ല കേട്ടോ, ജസ്റ്റ് ഒന്നൊന്ന് കണ്ടോട്ടെ. അപ്പൊ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതായ തിരക്കും കാരണം ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചവർ അമ്മേൻ്റെ അമ്മ ആശുപത്രി ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അമ്മ ഇപ്പോൾ തറവാട്ടിലല്ല, അതിൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ്. ഒരു ആഴ്ച അപ്പോൾ ഏട്ടൻ ഗൾഫിൽ നിന്നപ്പോൾ ഏട്ടൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഏട്ടൻ പോയി, ഇനിയിപ്പോൾ എടുത്ത് പോകുന്നവരെ എടുത്തിട്ട് അടുത്തപ്പോൾ അമ്മ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് അങ്ങോട്ട് പോയി വരും. അവിടെ പോയി പിന്നെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് വർത്താനം പറയുമ്പോൾ നേരെ വഴിക്കുക വീട്ടിലേക്ക് വരാം. അങ്ങനെ വീട്ടിലിപ്പോൾ ഇരിക്കാൻ നേരം. ഇപ്പം 2 ദിവസമായിട്ട് 2 ദിവസം എനിക്ക് ഒരു 12-14 ദിവസമായിട്ട് വീട്ടിലിരിക്കാൻ. അമ്മ ആസ്പത്രിയായിട്ട് ശരി ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ നേരം കിട്ടില്ല. അമ്മ ആസ്പത്രിയായിട്ട് അല്ല കേട്ടോ, നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് പോകാനുള്ളതും അമ്മേൻ്റെ അടുത്ത് പോയി ഒക്കെ കൂടിയാകുമ്പോൾ നമുക്ക് അതിന് നേരം കിട്ടും. പിന്നെ ഏട്ടത്തിൻ്റെ അവിടെ ആകുമ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കും, കുറച്ച് ചെറുതായാലും കുറച്ച് നേരം പഠിപ്പിക്കണം, അതിൻ്റെതായ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല. ഇനി നാളോട്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ പരിപാടി. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വേണം, നല്ലൊരു ബന്ധമാവട്ടെ എന്ന് ചെയ്യണം. നമ്മൾ ആലോചിച്ച് ഒക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, നമ്മൾ അന്വേഷിച്ച് പിടിച്ചൊരു തീരുമാനം എടുക്കണോ. അപ്പം അവർക്കും കൂടുതൽ അവർക്ക് അന്വേഷിക്കണം, നമുക്ക് രണ്ടൂട്ടർ അന്വേഷിച്ച് എല്ലാം അന്വേഷിച്ചിട്ട് അവർക്ക് നമ്മുടെ ഫാമിലി ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അതായത് നമ്മൾ യൂട്യൂബിലൊക്കെ അംഗീകരിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ ആദ്യമേ അവരോട് പറയുന്ന ഒരാൾക്കാരെ കൊണ്ട് അവരോട് പറഞ്ഞിട്ട് ഒരിക്കലും ഈ യൂട്യൂബില് അവർ വന്നു പെട്ടു അല്ലെങ്കിൽ യൂട്യൂബിൽ കുഞ്ഞു വീഡിയോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ലെന്ന് തീർത്തും പറഞ്ഞു. പിന്നെ വേറെ തിരക്കുകളുണ്ടായിരുന്നു. പൊന്നൂന്റെ വീട് മാറുന്നതിന്റെ അത് വീടിന്റെ AC സർവീസിന് വല്ല അവരുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കല് കുറെ അവര് മേടിക്കുക, ഞങ്ങളെ സെലക്ട് ചെയ്ത് നടക്കട്ടെ. മോള് പെട്രോൾ മോള് വേറെ ഒന്നും ഞാൻ പറഞ്ഞു. എനിക്ക് നമുക്ക് കിട്ടുന്ന കാശ് കൊണ്ട് സത്യം നമ്മുടെ ചികിത്സ തന്നെ നടന്നു പോകേണ്ട. വീട്ടിലെ മാസം തരക്കേടില്ലാത്തൊരു കാശ് ഹോസ്പിറ്റലിലേക്ക് മാസം ഇങ്ങനെ ഒരു 10-35 എന്തായാലും നമുക്ക് സാധാ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മാസം ഒരു 10-15,000 രൂപ വേണം. അത് ഇത് ടെസ്റ്റുകൾ മറ്റേ ടെസ്റ്റ് മറ്റേ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്നൊക്കെ ഈ മാസം ഒരു 6,000-7,000 രൂപയുടെ മരുന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ കുണുക്കന് പനിയായിരുന്നു. കുണുക്കന് പനി വന്ന് കുണുക്കന് പയ്യനെ അത് കുണുക്കനെ ഡോക്ടർ കാണിച്ച് അതിൻ്റെ വരി മേടിച്ച് അത് കഴിച്ച് സെറ്റായി കഴിയുമ്പോൾ ഇതിപ്പോൾ കുണിക്കേക്ക് 2 ദിവസമായിട്ട് എന്നിട്ട് അവരോട് ഡോക്ടർ കാണിച്ചു. അപ്പം അത് നമുക്ക് ഒരു ശ്വാസം ഇടാനുള്ള ടൈമില്ല. ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അല്ല, എല്ലാവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമുള്ള ഈ ഭാഗങ്ങളും ബാധ്യതകളും എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോട്ടെ. ഞങ്ങളെ പോലെ എന്നും ആസ്പത്രി എനിക്ക് എന്താ പറയുക ലൈഫിൽ മനസ്സമാധാനം. പിന്നെ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങൾ സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് ദുഃഖമുള്ള എന്ന് ഇങ്ങനെയല്ല അങ്ങനെ ജീവിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നമുക്ക് പറ്റണ പോലെ നമ്മൾ നല്ല നിലയ്ക്ക് ജീവിക്കാൻ തോന്നുന്ന സമയങ്ങൾ തോന്നും, ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഉള്ളപ്പോൾ ഉള്ളതുപോലെ അതുപോലെ. എന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഒന്നിനും വേണ്ടി മാറ്റി വയ്ക്കുക എടുത്ത് വയ്ക്കുക അതിനൊന്നും നമ്മുടെ ഇതിൽ ഉണ്ടാവാറില്ല. അപ്പം ഉള്ളതുപോലെ അവരാ മക്കളാഗ്രഹം നടക്കട്ടെ വെച്ചിട്ട് നമ്മൾ ജീവിക്കണം, അത്രയൊക്കെ ഉള്ളൂ അല്ലേ. പിന്നെ നമ്മൾ ഇനിയിപ്പോ അടുത്ത ചുവടുവെപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കണം. വിഷയല്ലേ, വിഷും കാര്യങ്ങളൊക്കെ ആയില്ലേ, അപ്പൊ അതിൻ്റെതായ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഇപ്പൊ 2 ദിവസമായിട്ട് രാവിലെ ഞങ്ങൾ നമ്മുടെ ഇന്നലെ രാവിലെ ഞങ്ങള് ഓർണമെന്റ്സ് വേണമെന്നിട്ട് ഒരു കൂട്ടി വിളിച്ചപ്പോൾ അങ്ങോട്ട് എടുക്കാൻ പോയി. അപ്പോൾ അത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ മരുന്ന് ഒരു 10-13 ഗുളിക രാത്രി കിടന്ന് ഉറങ്ങും. നേരം എടുക്കുമ്പോഴേക്കും ഇങ്ങനെ കണ്ണിങ്ങനെ മിഴിയിരിക്കുക. ഇപ്പഴെന്നെ കണ്ണടഞ്ഞു തുടങ്ങിയിട്ട് രാത്രിക്കുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചിട്ടാണ് കിടക്കുന്ന സമയത്ത് ചായയും ബിസ്ക്കറ്റും പോലെ എനിക്കൊന്നും വേണ്ട. ഞാൻ വെള്ളം കുടിച്ചാൽ അപ്പൊ പിന്നെ എവിടെ വെച്ചിട്ട് കുളി കഴിഞ്ഞ വശം അച്ഛന് പണി കൊടുത്തിട്ടായിരുന്നു.
അച്ഛന്റെ അത്ര ഹൈറ്റുള്ള ഒരാൾ അങ്കെടുത്തിട്ട് എനിക്ക് കുറച്ച് നേരത്തെ പണി തന്നു. അതിന്റെ കൂളി കഴിഞ്ഞ നേരം അത് ഞങ്ങളെല്ലാരും കൂടി പുറത്ത് പോയി നമ്മുടെ പൊന്നിന്റെ വീടിന്റെ അതിന്റെ വേണ്ടി പോവാൻ നിൽക്കുന്ന സമയത്ത് ഡ്രസ്സൊക്കെ മറിച്ചുള്ളതായിട്ട് ആളെ കാണാനില്ല. ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറിയെങ്കിൽ ഞാൻ അച്ഛയുടെ വെള്ളം കുപ്പിയിൽ വെള്ളം നിറച്ചോണ്ടാണ് കാറിന്ന് കുപ്പി. അപ്പം ഞാൻ പറഞ്ഞ അച്ഛൻ കാറിലിരിക്കോട്ടെ ദേഷ്യവും വേഗം ഇറങ്ങാണ്ട് ഇറങ്ങിയപ്പോഴേ ഭയങ്കര ശബ്ദം കിട്ടും അടിക്കണ ശബ്ദം. ഇവിടെ നിന്ന് ശബ്ദം കസവ് കൊണ്ടും ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഏളാങ്കോണ്ട് കുഴികുത്ത് ഏളാങ്കോണ്ട് കുഴികുത്തല്ല സർവേ കയ്യില് ഒരു സർവേ കല്ല് വന്ന് കല്ല് നമ്മൾ അതിർത്തിക്ക് മാറ്റിയിട്ട് നമ്മൾ മേടിക്കുമ്പോട്ട് മേടിച്ചത് അത് നടു പൊട്ടിപ്പിക്കുക അച്ഛൻ പോനോട്. അത് കഴിഞ്ഞിട്ട് അതിന് വലിയൊരു കുഴിയൊക്കെ കുഴിപ്പിച്ചു. അവസാനം ഇനി ഞാൻ കുളിച്ചിട്ട് എങ്ങോട്ടുള്ളോട്ട് വീണ്ടും വന്ന് കുളിച്ചു. എന്നിട്ട് ഡ്രസ്സ് മാറി പോകുമ്പോ സമയം എത്ര വെച്ചിട്ടാ അത് നമ്മള് അച്ഛൻ അത് ചെയ്യാൻ പോകുമ്പോ നമ്മള് കണ്ടില്ലേച്ചിട്ട് പോവാൻ ഇന്നോട്ട് കൂട്ടി അത് പഞ്ഞായിട്ട് അങ്ങോട്ട് പോയി. അല്ലാണ്ട് അച്ഛൻ വിളിച്ചു കൊടുത്തോന്നില്ല. അച്ഛൻ ചെയ്യുന്നത് കണ്ടപ്പോ അഞ്ഞേട്ടന് എന്നോട് അവിടെ കാറിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് അച്ഛൻ ഏളാങ്ക് പൊന്താത്ത ഏളാങ്ക് വരച്ചോണ്ട് നടക്കുന്നത്. അപ്പം എന്നോട് പോയി അത് മേടിച്ചു. എന്താ വേണ്ടത് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു കൊടുത്തു. അത് ചെയ്തു. അങ്ങനെ പോന്നു. അങ്ങനെയാണ് കേട്ടോ അതുണ്ടായത്. അല്ലാണ്ട് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമല്ല. മോൻ്റെ ഇഷ്ടത്തിന് മോൻ പോയിട്ട് ചെയ്ത് തീർത്തു. പക്ഷേ ഞങ്ങൾക്കിത് കണ്ടിട്ട് ചെറിയ ചെറിയ കസവും മുട്ടൊക്കെ കൊടുത്തിട്ട് നല്ല ചെരുപ്പൊക്കെ ഇട്ട ചെരുപ്പ് കരിങ്കലും കയറ്റിച്ചിട്ട് ഇരുന്നു. ചെറിയ പേരുണ്ട് വിഷമോടീശ്വര മേലെങ്ങനെന്ന് പഠിത്തം ചെയ്യാറില്ലേ. ഇത്രയും ഭയങ്കര കല്ല് പൊട്ടിക്കാറ് ഭയങ്കര ഇതല്ലേ. അതുകൊണ്ടാട്ടോ. അപ്പൊ അങ്ങനെ കിടന്ന് കണ്ടുകൊണ്ട് എനിക്ക് വിഷമം തോന്നി. അയ്യോ വേരിക്കോ എന്നൊക്കെ തോന്നി. അയ്യോ അവിടെ കുളുക്കി ഉരുക്കി അവിടെ സ്റ്റീൽ ബോഡി അച്ഛൻ്റെ അതിന് വെറുതെ കുറ്റിയിട്ട് ഒരു കാര്യം പറയണ്ട നിങ്ങളോട്. എഴുതി മതിരേ ആരോടാ എന്താ കാര്യം? വീഡിയോ എടുക്കണ്ട മുത്തുമണി. വേറെ ഒന്നുമല്ല, നിങ്ങള് പ്രേമിക്കുന്നല്ല. അമ്മ ഇവിടെ ഞങ്ങളൊരു വാതിൽ അടച്ചിട്ട് ഭയങ്കര വിഷമ. ഞങ്ങളിനി എന്താണാവോന്ന് പേടിച്ചിട്ടോ. മക്കളെ നിങ്ങളൊക്കെ സഹകരിക്കുന്ന കാരണം അച്ഛനമ്മി പ്രേമിക്കണില്ല. ഒന്ന് ഉടുപ്പില്ല ഉടുപ്പില്ലല്ലോ. മരുന്ന് കഴിച്ചില്ലെങ്കിൽ ആവും മാറില്ല കേട്ടാ. വീടെത്തിട്ടാ പിന്നെ കാണാണോ ഡയലോഗ് ഓരോന്ന് പഠിച്ചതിരുന്നു. അങ്ങനെ കളിയായിരുന്നു. തുമ്മർക്കായിരുന്നു. മരുന്ന് കൊടുക്കാന്ന് നല്ലൊരു പണിയാട്ടാ. നല്ല കുട്ടിയാ. ആയ ഫുള്ള് തൊടണം. ചുണ്ട് അടിക്കേണ്ടി വരും. ഓറഞ്ച് ഉണ്ട്. അത് നീരടിച്ചല്ലേ. അത് മോന് ഇഷ്ടല്ലേ. മരുന്നിന് നിറ പറഞ്ഞ ഓറഞ്ച് ഉണ്ടോന്ന്. അതാണ് കാല് വെളുത്ത് വെള്ളം വെച്ചിരിക്കുന്നുണ്ട്. ബ്ലഡ് കുറഞ്ഞ അതൊരു ഇതാവില്ലേ. ഇങ്ങനെ കാര്യങ്ങള്. പിന്നെന്താ അടുത്ത വിശേഷങ്ങള്? അടുത്ത വിശേഷം ഇതൊക്കെ എന്നതാ. അപ്പൊ ഒരാൾ സൈഡ് ആയിട്ട് ഇരിക്കണുണ്ടാ. ഇനിയിപ്പോ 2 ദിവസത്തേക്ക് ഇയാളുടെ പിന്നാലെ ആയിരിക്കും ഞങ്ങളുടെ ലൈഫ്. ചെറുതൊക്കെ വന്ന് പൊക്കോട്ടെ. ദൈവം എന്താ വേണ്ട? കഞ്ഞി മതിയാ? എല്ലാവർക്കും പനി ആയിരിക്കും ഇല്ലെങ്കിൽ തൊണ്ടവേരിക്കന്റെ കുണിക്ക് കപക്കെട്ടുണ്ട്. അപ്പം രണ്ടാളും കഞ്ഞി കുടിക്കും. ആ കൂട്ടത്തില് എന്താ പിച്ചാണ് ഈ കുളത്തിന്റെ ഇത് പൊട്ടിയുണ്ടല്ലോ. തൊട്ടിരുന്നു
ബ്ലേഡ് മാതിരിയല്ല. എന്തിനാ മോനെ മേടിച്ചെന്നുള്ളൂ നിന്റെ മോതിരം അടച്ചോപ്പിലുള്ളടത്തിരിക്കുന്നുണ്ട്. അത് ഞാൻ എടുത്തിട്ട് മാലയ്ക്ക് തരാം. വേണ്ട, അത് ഞാൻ ഇട്ടെന്ന പേരടിച്ച് മുതലോടെ ഇരിക്കണേ. ഏതെങ്കിലും എടുക്കാൻ പറ്റാത്ത എടുത്തിട്ട് നിങ്ങൾ എല്ലാം വേണ്ട. അല്ല ഞാൻ ഇന്നോട്ട് പറ്റാത്ത ഞാൻ പറഞ്ഞു. അപ്പോഴേക്ക് ഒരു കുണിക്ക് എന്താ കാര്യം? വേണ്ട 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 ഫോണമെടുത്ത് ഒരാൾ നിൽക്കണം. കുളിക്കാൻ പോവാ. വെള്ളം വെച്ചിട്ട് കുളത്തില്ലേ കൊളത്ത് പൊട്ടിതെടുത്ത് അമർത്തം കുറുമ്പ് ഇതിപ്പോ പനി വന്നതിന്റെ ചെറിയ കുറുമ്പ് കൈകരിച്ചോണ്ടിരിക്കണം. അത് ഞാൻ ബ്ലാങ്ക് കാര്യങ്ങള്. പിന്നെന്താ അടുത്ത വിശേഷങ്ങൾ പറയാള്? പ്രത്യേകിച്ച് വിശേഷം കുഞ്ഞിന്റെ പെണ്ണുകാരുടെ കാലൊക്കെ നമ്മുടെ അടുത്ത വിശേഷങ്ങൾ. അപ്പൊ അതിന്റെ തിക്കും ബഹളൊക്കെ ആയിരിക്കും. അല്ല ഭയങ്കര ആദ്യമായിട്ട് കുഞ്ഞിന്റെ പെണ്ണാണ് വരിക. അതൊരു പ്രത്യേകത. നടക്കോ ഇല്ലേ അതൊന്നും നമുക്കറിയില്ല. അതൊക്കെ തിരക്കും ബഹളാവോ? തിരക്ക് ആലോചിക്കുമ്പോ ഞെട്ടങ്ങനെ ഒരു അവസ്ഥ. നമ്മളുടെ അവസ്ഥ അറിയണം. ഒരാളിപ്പോ ഈ പറഞ്ഞ മാതിരി നമ്മളെ തന്നെ കാല ഇത് എല്ലാരും നമ്മളെ കുറിച്ച് അറിയാലോ. എന്തായാലും ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങളെ പോലെ ഒരാൾ വന്നിരുന്നെങ്കിൽ നിന്നെ പോലെ ആൾ വന്നിട്ട് എന്താ കാര്യം? ഒന്നും വേണ്ട, പൂമാലിട്ട് തന്നാ മതി. അച്ഛൻ പെണ്ണാളാകുമ്പോ ഒന്നാ പറഞ്ഞോളൂ. പ്രത്യേകിച്ച് സ്ത്രീധന മുതലൊന്നും വേണ്ട. പെൺകുട്ടീനെ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് മാലിട്ട് തന്നാ മതി. വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാ. അല്ല ഓല ഹൃദയം പിന്നെ എന്താ മത്തര മാറ്റാണ്. അതാണ് അതിന്റെ കാര്യം. ഇങ്ങനെ കിട്ടണ്ടേ? സത്യഭാമ കേക്കണ്ട അവന്റെ മുതലേറും. അത് കഴിഞ്ഞ് കുതിര കയറല. അത് ഒതുങ്ങി വന്നിട്ട് പാവം. അതല്ല തെറ്റല്ല, തെറ്റ് തന്നെ പറയണം. തെറ്റ് തന്നെയാണ്. അല്ല അതിപ്പോ എന്താ വെച്ചാല് ഇനിയിപ്പോ ഒരു സുനാമി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോ മൂപ്പര് വെള്ളത്തിൽ നിൽക്കുകയാണെങ്കിൽ കറുത്ത ആൾക്കാരെ പിടിക്കാൻ വന്ന എന്നെ പിടിക്കണ്ട അങ്ങനെ ഒരു അനുഭവം വരുമ്പോഴാണ് അതിനൊരു കറുത്തോര് വെളുത്തോര് ഇതാണ് ആൾക്കാരുടെ മനസ്സില്. മനുഷ്യന്മാരായ പോലെ വെളുത്തോര് ക്രിമിനലുകളില്ലേ, കറുത്തോരിലില്ല. അപ്പൊ അതൊന്നല്ല, ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. അതല്ല കലാകാരന്മാരെന്ന് പറഞ്ഞാൽ കഴിവാണ്. വെളുത്തരോ കറുത്തവരോ ഒന്നല്ല, കഴിവുകൾ ഒളിച്ചിരിക്കണല്ലേ. അതൊക്കെ ഓരോരുത്തരുടെ കഴിവുകളാണ്. അത് നിറത്തോട് അടിസ്ഥാനപ്പെടുത്തുന്നതല്ല. ഓരോ ബിഗ് ബോസ് ഞങ്ങള് 3-4 എപ്പിസോഡ് കണ്ടൂല്ലേ. പിന്നെ അങ്ങനെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞ ആശുപത്രി പോക്ക് വേറെ വേഗം പിന്നെ ബിഗ് ബോസും കാരണമൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതും പറഞ്ഞ പോലെ അടിയും കുത്തൊക്കെ ആയിട്ട് അതും ഇഷ്ടായില്ലേ? ആരും ഇഷ്ടാവാത്ത ആ പെണ്ണെങ്ങനെയാ പറയാ? എങ്ങനെ ഇങ്ങനെ ഒന്ന് പറഞ്ഞോടത്തെ ബിഗ് ബോസിനൊരു പെണ്ണ് വിളിക്കണ ഡയലോഗ് കേട്ടോ. എങ്ങനെയാ കാട്ടേ വായ ഇവിടെ ഇരിക്കേ. കലാകാരിയാണ്. അതാരാ പറയാ? ഏത് പെൺകുട്ടി? പേരെന്താ? ജാസ്മി. എങ്ങനെ ജാസ്മി പറയാ? പോതാ ജാസ്മി പിടിക്കണ വീട്ടിലിട്ട് അവരുടെ ഇപ്പത്തെ ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ പിള്ളേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കിട്ട് പറഞ്ഞിട്ട് പോതാ പോടാ അങ്ങനെ വെച്ചാൻ പാടില്ല കേട്ടോ. പൊട്ട കുട്ടികളെ അങ്ങനെ വിളിക്കുക കേട്ടോ. ഓക്കെ, അവര് പറയാലോ. അവര് പറഞ്ഞു പറയാൻ പാടില്ല. സോറി കുട്ടി ഇനി പറയില്ല. ഇനി പറയില്ല.
ഇനി പറയില്ല അറിയാ പിടിച്ചു ഇനി പറയില്ല അറിയ നല്ല കുട്ടിയല്ലേ വീഡിയോ നല്ല കുട്ടിയാ. അപ്പൊ അങ്ങനെ അതിന് വയ്യാത്ത എന്നിട്ട് അതിങ്ങനെ പളങ്ങി കിടക്കുന്നതിന് സുഖമില്ല കണ്ട മുഖമൊക്കെ ക്ഷീണം. പിന്നെ ഇപ്പൊ എന്താ വെച്ചാല് ഭയങ്കര വായിക്കണ ആൾക്കാരെ ഒരാളേനും വഴി കൂടെ പോണവര് വെറുപ്പിക്കൂല ഒന്നുമില്ല. എല്ലാവരും കയറി കെട്ടിപ്പിടിച്ച് ഉമ്മയിച്ച് നടന്നിട്ട് ആൾക്ക് ഇങ്ങനെ തുള്ളി നടക്കുക, ഇങ്ങനെ പുളിച്ചാടി നടക്കണ പോലെ ഇപ്പൊ നടക്കുക. പിന്നെ പോണവരോടൊക്കെ വർത്താനം പറയാം, എന്തൊക്കെയാ പറയാന്നൊരു അന്നൊരു കുട്ടീനെ നടി കിട്ടി പിടിക്കി ചുമ്മാ കിട്ടിയതാ അല്ല, ചെറിയ മുച്ചു വേണ്ട പാവല്ലേ ഉണ്ണിയാവല്ല അറിയാണ്ടല്ലേ കൊഴപ്പില്ല രണ്ടോട്ടടിച്ചോ കുഴപ്പമില്ല പോട്ടെ കുഞ്ഞു ഭാവിയല്ലേ പോട്ടെ കേട്ടോ. നീയല്ലോ ഉണ്ണി അടിച്ചതാണ് കണ്ണ് ചീമ്പ് ഇവൾക്ക് മരുന്ന് കൊടുക്കണം കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മള് അല്ല കൊടുത്തൂന്ന് പറഞ്ഞതാ, ഞാൻ അച്ഛനോട് ഒരു മെയിൽ അയച്ചു തരാ. അപ്പൊ ഇത്രയുള്ള വീഡിയോ ചെറിയ വീഡിയോ അല്ലേ. അപ്പൊ നാളോട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഇത് ഇങ്ങനെ ഒരു പ്രശ്നമാണ് കാരണമാണ് നമ്മൾ വീഡിയോ എടുക്കും. കുറേ ആൾക്കാർക്ക് എന്താ വീഡിയോ ഇടാത്ത, എന്ത് പ്രശ്നം, എന്താ വീഡിയോ ഇടാത്ത, എന്താ കാര്യം നിങ്ങൾ വെച്ചിട്ട് വാട്സാപ്പിലും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കരമായിട്ട് മെസ്സേജ് ഉണ്ട്, നിങ്ങൾ വീഡിയോ കാണുന്നില്ലല്ലോ, എന്താ പറ്റി. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് റിപ്ലൈ ഒക്കെ എനിക്ക് വന്നിട്ട് അപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു, നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു. നാളോട്ട് ഫ്രീ ആവുന്ന ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് എന്താന്ന് അടിച്ചു വിളിക്കാന്ന് പറഞ്ഞത്. അച്ഛമ്മേനെ ഇഷ്ട, പിന്നെ ആരും ഇഷ്ട, വെല്ലീശന് ഇഷ്ട. അച്ഛമ്മ, വെല്ലീശൻ, അച്ഛമ്മ, പിന്നെ നീതേച്ചി, പിന്നെ വല്യമ്മ. പിന്നെ ആരില്ല അവിടെ അമ്മാമ്മ ഒരു അമ്മാമ്മ. അച്ഛൻ ഇവിടെയല്ലേ തറവാട്ടിലല്ലേ. അവിടെ വേറെ അമ്മമ്മ ഇല്ലേ, അമ്മാമ്മ ഇഷ്ടമായില്ലേ വർത്താനം പറഞ്ഞില്ല അമ്മമ്മോട് കുറേ നേരം. അച്ഛൻ്റെ കൂട്ടുകാരെ വന്നിട്ടുണ്ടായിരുന്നു മതി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ വീഡിയോ. അതിന്റെ ഇടയിൽ കുണിക്ക് വയ്യാത്താനും വന്നത്, നമുക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ കുണിക്കേൻ്റെ ഇടയിൽ വർത്താനം പറയാനും പിടിക്കാനും വന്നു, എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറയണമെന്ന് വെച്ച് വന്നിരുന്നതാണ്. പക്ഷെ പനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് ആകെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര. രാവിലെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നൊരു ഡോസ് മരുന്ന് ചെല്ലാണ്ട് മാറില്ലല്ലോ. ആന്റിബയോട്ടിക് തുടങ്ങിയിട്ടുണ്ട്, രാവിലെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇന്ന് രാത്രി നാളത്തെ രാവിലെ ഏകദേശം മാറും. ഓക്കെ ബൈ ബൈ. അപ്പൊ പറഞ്ഞോണ്ട് ബൈ ബൈ ബൈ. ഒരു ഓക്കെ.